ഇല്ലടാവേ, അവൻ പലിശ ഇതുവരെ തന്നില്ലെന്ന്. അവനൊക്കെ അത് പെരുവഴി നിൽക്കുക ഞാൻ. പറഞ്ഞേര്. നമുക്ക് പോലീസുകാരുടെ വക ഒരു ആപ്പ്. എന്നതാണത്? കാര്യം വിശദമായിട്ട് പറ. തിരുവനന്തപുരം ജില്ലയിലെ റൂറൽ മേഖലകളിൽ പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ കുബേര എന്ന പരിശോധന എല്ലാ മേഖലയിലോട്ടും വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഓരോ പ്രദേശത്തെയും കുബേരന്മാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും അനധികൃതമായി സൂക്ഷിച്ചിരിക്കുന്ന പണവും പ്രമാണങ്ങളും പണയങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്യുമെന്ന്. എന്റെ കർത്താവേ, മാനം മര്യാദയ്ക്ക് പലിശയ്ക്ക് പണം കൊടുത്ത് ജീവിക്കാൻ സർക്കാർ സമ്മതിക്കത്തില്ലടാ. ബ്ലൈഡ് പലിശക്കാരെ പിടികൂടി ജയിലിലടയ്ക്കാനാ പുതിയ പദ്ധതി. ഇനിയിപ്പോ എന്നാ ചെയ്യൂടാ ജോണിക്കുട്ടി? നമുക്കൊന്നും ചെയ്യാനില്ല, എല്ലാം പോലീസ് ചെയ്തോളും. ആദ്യം നമ്മുടെ പോലീസ് പൊക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഓപ്പറേഷൻ കുബേരയുടെ പൂർണ്ണ ചുമതലയും അതാത് പ്രദേശത്തെ സ്ഥല എസ്ഐമാർക്ക്. ആളിയൻ നമ്മളെ എപ്പം പൊക്കിയെന്ന് ചോദിച്ചാ മതി. ചതിച്ചല്ലോടാ മരുമകനേമാൻ. എന്നെയും നിന്നെയും അകത്താക്കാൻ എന്തെങ്കിലും ഒരു പഴുതു നോക്കി നടക്കുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നാടാ ഒരു മാർഗം? ആളിയനും നമുക്ക് നല്ലൊരു തുക കൈക്കൂലി കൊടുത്താൽ. കൈക്കൂലിയായിട്ട് നീ അങ്ങോട്ട് ചെല്ല്. നീ എന്നെ അപ്പോഴേ പിടിച്ച് അവൻ ജയിലിലാക്കും. വേറെ ആരെ കൊണ്ടേലും കൊടുപ്പിക്കാം, എന്നിട്ട് നമ്മുടെ വീട് പരിശോധിക്കല്ലെന്ന് പറഞ്ഞാൽ പോരെ. ആരുടെ കയ്യിൽ കൊടുത്തയച്ചാലും നമ്മുടെ പേര് പറഞ്ഞാൽ ആ നിമിഷം അവൻ നമ്മളെ പിടിക്കും. ഇനിയിപ്പൊ എന്നാ ചെയ്യും? ഞാനിത് അപ്പനടുത്ത് പറഞ്ഞത് നമുക്ക് അർഹിക്കാത്ത സ്വത്തുക്കളൊന്നും വേണ്ടെന്ന്. എന്നിട്ടപ്പ കേട്ടോ, അതുകൊണ്ട് ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ടി വന്നത് കേട്ടോ. എടാ, ഞാൻ കഷ്ടപ്പെട്ട് കൊള്ളപ്പലിശക്ക് പണം കടം കൊടുത്ത് ഞെക്കിപ്പിടിച്ചുണ്ടാക്കിയത് കൊണ്ടാ നീ ഇപ്പൊ ചുമ്മാ ഇരുന്ന് വീഴുന്നത്. ഞാൻ ചുമ്മാ ഇരുന്ന് തിന്നുന്നെന്ന് മാത്രം അപ്പ പറയരുത്. ആളുകളെ ഭീഷണിപ്പെടുത്താനും കാശ് പിരിക്കാനും മണല്ലൂർക്ക് എസ്കോർട്ടും ഒക്കെ ഞാനല്ലേ പോകുന്നത്. അയ്യോ അതെ, അതിന് നല്ലൊരു തുക കള്ളക്കണക്ക് എഴുതി നീ എടുക്കുന്നുണ്ടല്ലോ. ഓഹോ, അപ്പന്റെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ. ഇത്രയും ദുഷിച്ച മനസ്സുള്ള അപ്പന്റെ മുഴുവൻ സ്വത്തും പോലീസ് റെയ്ഡ് ചെയ്തോണ്ട് പൊത്തോട്ടെ. അയ്യോടാ, എടാ, എല്ലാം കൊണ്ടുപോയാലും ഒരു വീടും സ്ഥലവും എന്റെ പേര് കിടക്കും. ഞാനത് വിറ്റേ ആ കാശ് ബാങ്കിലിട്ട് സുഖമായിട്ട് അങ്ങ് ജീവിക്കും. അപ്പൊ ഞാന് നീ ഈ നാട്ടിൽ കൊണ്ട് തെണ്ട് നടക്കും, പട്ടണി കിടന്ന് ചാകും. അങ്ങനെ മാത്രം പറയരുത്. എനിക്ക് ഒരു നേരം പോലും പട്ടിണി കിടക്കാനും ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ സ്വത്ത് സംരക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം പറ എന്ത് വേണോ ഞാൻ ചെയ്യാം. എസ് ഐ പ്രതാപേന്ദ്രന്റെ മനസ്സ് മാറ്റാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആർക്കപ്പ? നമ്മുടെ ആലീസ് മോക്ക്. നമുക്ക് ആ വഴി ഒന്ന് ശ്രമിക്കാം. നീ വന്ന് വണ്ടിയെ കയറാ. ഞാൻ നേരത്തെ വരാം. ഈശ്വര, എന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഓപ്പറേഷൻ കുബേര പൂർണ്ണ രാവിലെ ഐശ്വര്യമായിട്ടൊരു കാര്യത്തിന് ഇറങ്ങി കൃത്യമായിട്ട് പുറകെ വിളിച്ചു. രാവിലെ ഐശ്വര്യമായിട്ട് ഇറങ്ങുക, വൈകിട്ട് ഐശ്വര്യം കേട്ട് തിരിച്ചു വരിക. അങ്ങനെയാണല്ലോ കുറെ നാളായിട്ടുള്ള പതിവ്. ആലിസേ, ഭർത്താവിന്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഭാര്യ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമല്ലേ? അത് സത്യമാ. പക്ഷെ ആ വിജയത്തിന് വേണ്ടി ഭർത്താവ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നതും ഭാര്യയായിരിക്കും. അതാണ് നീ ഇവിടെ ചെയ്തത്. എന്റെ മനോവീര്യം കെടുത്തി ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമാ നീ ഇപ്പൊ പുറകെ വിളിച്ചത്. ഒരിക്കലും അല്ല. പിന്നെ പ്രതാപേട്ടന്റെ ആത്മവീര്യം കൂട്ടാനാ വിളിച്ചത്. എങ്ങനെ? തൊപ്പിയില്ലാത്ത പോലീസിന് ആരെങ്കിലും പേടിക്കൂ? ഇതില്ലാതെ എന്തോന്ന് ഓപ്പറേഷൻ കുബേര? സോറി, ഞാനത് മറന്നു. ഇപ്പം മനസ്സിലായല്ലോ, ഓരോ പിൻവിളിക്ക് പുറകിലും ഓരോ കാരണം ഉണ്ടെന്ന്. സാറേ, എപ്പോഴാ റൈഡ് വരണമെന്നും പറഞ്ഞ് നാട്ടിലെ കുബേരന്മാരൊക്കെ ഒളിച്ചിരിക്കുക. അപ്രതീക്ഷിതമായ ഇടങ്ങളിലേക്ക് നമ്മൾ പാഞ്ഞു കയറും. എല്ലാ വട്ടിപ്പലിശക്കാരെയും കള്ളപ്പണം സൂക്ഷിക്കുന്നവരെയും ഞാൻ അറസ്റ്റ് ചെയ്യും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നോക്കിയും കണ്ടു നിന്ന ഈ ഓപ്പറേഷൻ കുബേരയിലൂടെ നമുക്ക് പച്ച പിടിക്കാം. സെബാസ്റ്റ്യ സർ, ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നിയമം കർശനമായി പാലിച്ചു മാത്രമേ ഈ റെയ്ഡ് നടക്കൂ. സർ, ഈ പരിശോധനയിൽ ലാഭമുണ്ടാക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഞാൻ കർശനമായ നടപടിയെടുക്കും. സെബാസ്റ്റ്യ, വണ്ടി എടുക്കും. സർ, ഒരു മിനിറ്റ്, വാതിലൊന്ന് ലോക്ക് ചെയ്തോട്ടെ, ഞാനും നിങ്ങളുടെ കൂടെ വരിക. നോ, എനിക്ക് CEO ഓഫീസിൽ കയറി പരമേശ്വര സാറിനെ ഒന്ന് കാണണം. നീ നിന്റെ വണ്ടി വന്നാ മതി. എന്റെ എസ് ഐ ടെസ്റ്റിന്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് വക വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഞാനും കാണിച്ചു തരാം. ഞങ്ങളെ രക്ഷിക്കാൻ നിന്നെ കൊണ്ടേ പറ്റൂ. എന്താ കാര്യം വെച്ചാ പറ. ഓപ്പറേഷൻ കുബേര അളിയനെ ചേച്ചി എങ്ങനെയെങ്കിലും പിടിക്കണം.
അല്ലെങ്കിൽ നമ്മുടെ വീട് പരിശോധന നിങ്ങൾ ഒഴിവാക്കി തരണം. അപ്പൊ അതാണ് കാര്യം. അതിന് അപ്പനെന്തിനാ പേടിക്കുന്നേ? അനധികൃതമായി പണം സൂക്ഷിക്കുന്നവർ പേടിച്ചാ പോരെ? അപ്പ സൂക്ഷിക്കുന്ന മൊത്തം അനധികൃത പണമല്ലേ? കള്ളപ്പണം സൂക്ഷിക്കുന്ന കുറ്റകരാണെന്ന് അപ്പൻ അറിഞ്ഞൂടായോ? അയ്യോ, അതിന് ഞാൻ ബാങ്ക് കുത്തിപ്പൊളിച്ചുണ്ടാക്കിയ കാശൊന്നും അല്ല. പലിശയ്ക്ക് കൊടുത്തും റിയൽ എസ്റ്റേറ്റ് നടത്തിയും കല്ലും മണലും കഷ്ടപ്പെട്ട് കടത്തി ഉണ്ടാക്കിയ രൂപയാ. അതാ. അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണെങ്കിൽ അതിന് കണക്ക് കാണിക്കണം. എന്നിട്ട് അതിന്റെ കൃത്യമായ ടാക്സ് സർക്കാരിൽ അടയ്ക്കണം. എടീ, അങ്ങനെ നീ പറയും പോലെ എല്ലാ നിയമത്തിന്റെ വഴി കൂടി നടത്തിയാലേ ഇന്ന് കുബേരനായിരുന്നു ഞാൻ നാളെ കുചേലനായി പോകും. അയ്യോ, അപ്പം പാപ്പറായ ഞാൻ പിന്നെ പട്ടിണിയായി പോകും. ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്കൊരു ജോലി അറിഞ്ഞൂടെ? ചേച്ചിക്കറിയല്ല, വിശന്നാപ്പിന്റെ എനിക്ക് ഭ്രാന്താണ് കേട്ടാ. വിശപ്പില്ലാത്തപ്പോഴും അത് നിനക്കുണ്ട്. അല്ലെങ്കിൽ അപ്പന്റെ ഈ കള്ളത്തരത്തിന് നീ കൂട്ടു നിൽക്കൂ. ഈ ഒരൊറ്റ തവണ കൂടി ചേച്ചി ഞങ്ങളെ സഹായിക്കണം. അത് കഴിഞ്ഞാൽ ഞാനും അപ്പനും എല്ലാ കള്ളത്തരങ്ങളും നിർത്തും. ധ്യാനവും കൂടി ആത്മീയ ജീവിതം നയിച്ച് അങ്ങ് ജീവിച്ചോളാം. എന്നാ ആത്മീയ ജീവിതം ഇപ്പോഴേ തുടങ്ങിയാ പോരെ? ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക്. അയ്യോ, അപ്പൊ ദരിദ്രത കൂടി ഞങ്ങൾ ചരിത്രം അത് ശരിയാവൂല. എടി മോളെ, നീ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പ്രതാപേന്ദ്രൻ കേൾക്കും. കേട്ടില്ലെങ്കിലോ? ഞങ്ങളെ സഹായത്തിലല്ലേ ചേച്ചി ആത്മഹത്യ എന്നാലും എന്റെ അടുത്ത് പറ. അയ്യടാ, എനിക്കെന്താ വട്ടുണ്ടോ? അല്ല ചേച്ചി, അത് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അല്ല, ഞാൻ ചെയ്യടാ. അപ്പ എന്നെ തടഞ്ഞു നിർത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓപ്പറേഷൻ കുബേര എന്നത് സർക്കാർ നിർദ്ദേശപ്രകാരം ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നേ ഉള്ളൂ. പക്ഷേ അതാത് പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നത് സ്ഥല SI ആണല്ലോ. ആ SIയുടെ ഭാര്യ വിചാരിക്കാൻ ഞങ്ങളെ രക്ഷിക്കാം. ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്രതാപേട്ടനാ. അപ്പന്റെ പേര് എന്തായാലും കാണുന്ന ഉറപ്പാ. അതിന് പ്രകാരം എന്തായാലും പരിശോധന നടക്കും. നടന്ന അപ്പം കൊടുങ്ങും. കേടുനാക്ക് വളച്ചൊന്നും പറയാതെ പോട്ടെ. വീട്ടിൽ പരിശോധനയ്ക്ക് വരുമ്പോ കണക്കിൽപ്പെടാത്ത പണമോ സ്വർണമോ മറ്റു രേഖകളോ അവിടെ കാണാൻ പാടില്ല. പിന്നെ കൊള്ളപ്പലിശയ്ക്ക് നിങ്ങൾ പണം കൊടുത്തിരുന്നു എന്ന് ആരും പരാതി കൊടുക്കാനും പാടില്ല. പരാതി കൊടുക്കാൻ വേണ്ടി മാത്രമേ ആള് കാണൂ. എടാ, പരാതി കൊടുത്താൽ കാല് വിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയാലോ? ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്താലോ? എല്ലാവരും കൂടെ കേസ് കൊടുക്കുകയാണെങ്കിലേ നമുക്ക് ജയിലിൽ പോയി കിടക്കാം. അല്ല എന്നാ? പണവും രേഖകളും ഒക്കെ തൽക്കാലം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റ്. കാശായിട്ട് ഒരു 45 ലക്ഷം രൂപ, പിന്നെ ഒരു 10-22 ആധാരം, ഒരു 10-12 കണക്ക് ബുക്ക്, പ്രോമിസറി നോട്ട്, ചെക്ക്, പിന്നെ ഒരു 240 പവന്റെ സ്വർണ്ണം. ഇത്രേ കണക്കിപ്പെടാതെ ഉള്ളൂ. മോളെ, ആ സാധനങ്ങൾ ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം SIയുടെ വീടാ. ഇവിടുന്ന് സൂക്ഷിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ പറയരുത്. ജോണിക്കുട്ടി, മോൻ ആ കാരണാർത്ഥം ചാക്കിങ് എടുത്തുണ്ടോ? ജോണിക്കുട്ടി വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ഇത് വേറെ എന്തെങ്കിലും സൂക്ഷിക്കേ. അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ മോളെ? ഇനി എങ്ങോട്ട് മാറ്റിയാലും ചുറ്റും ഒറ്റുകാരാ. അവർ പോലീസിനോട് പറയും. എന്ത് കാണിച്ചാലും ശരി, അത് ഇവിടെ സൂക്ഷിക്കാൻ ഒക്കത്തില്ല. നീയും ഞങ്ങളെ കൈവിടുവാണോ മോളെ? കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ലപ്പാ. പ്രതാപേട്ടൻ അറിഞ്ഞാ പിന്നെ എന്റെ ജീവിതം തീരും. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൂടി നീ പറഞ്ഞതാ. അപ്പന്റെ കാറ് കണ്ട പ്രതാപേട്ടൻ ആ നിമിഷം കാറും കസ്റ്റഡിയിലെടുക്കും. അതുകൊണ്ട് പണവും രേഖകളും കാറിൽ സൂക്ഷിക്കുന്നത് പന്തിയല്ല. വേറെ ഏതെങ്കിലും വണ്ടിയിൽ അതെല്ലാം കൂടെ കയറ്റി ഈ സ്റ്റേഷന്റെ അതിർത്തി കിടക്കുന്നതായി ഏറ്റവും ബുദ്ധി. റെയ്ഡ് കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. ഇപ്പൊ ഈ ഉപദേശം തരുന്നത് ഒരു പോലീസുകാരിയായിട്ടല്ല, അപ്പന്റെ മോളായിട്ടാ. ചേച്ചി പറഞ്ഞു തന്നെ നല്ലത്. അപ്പാ, നമ്മൾ ഇവിടുന്ന് പോലീസിനെ വെട്ടിച്ച് നാട് വിടുന്നു. എങ്ങനെ? അതിന് വഴിയുണ്ടപ്പാ. 2 മണിക്കൂറിനകം നമ്മൾ ഈ തച്ചങ്കോടുന്ന് വണ്ടി വിട്ടിരിക്കും. എടാ, ഇതുവെല്ലാം നടക്കും. അതിനിടയിൽ റെയ്ഡ് നടന്നാ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. അത് വിധിയാണെന്ന് കരുതിക്കോണം. സ്വത്തെല്ലാം ഖജനാവിലേക്ക് കണ്ടുകെട്ടും. സർക്കാർ ഖജനാവ് കാലിയാകുമ്പോ പാവപ്പെട്ട പലിശക്കാരൻ നെഞ്ചത്തോട്ട് കയറിക്കോളും. ഇവിടെ സ്വയം തൊഴിലിൽ ലക്ഷങ്ങൾ സർക്കാർ ഒഴുക്കും. ലക്ഷങ്ങളെ മുടക്കി സ്വയം തൊഴിൽ ചെയ്യുന്ന ഞങ്ങളെയൊക്കെ ദ്രോഹിക്കും. ഇനി വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. കാശി പോയാലും ജയിലിൽ പോവാതിരിക്കാനുള്ള മാർഗം നോക്ക്. ഇതിലേ വന്ന് ഈ റൂട്ട് ഇവിടെ, ഈ പാലം കടന്ന് അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നേരെ വേണ്ട ഇവിടെ വരും. സുബേർ മുതലാളി, മജീദിക്ക, മുരുകദാസ്, ഗുണശേഖരൻ, ബേബിച്ചൻ, മുത്തുരാജ്, പ്രാഞ്ചി, ഈ വീടുകളിലൊക്കെയാണ് ഇന്ന് നമ്മൾ മിന്നൽ പരിശോധന നടത്തുന്നത്. നമ്മുടെ സ്റ്റേഷനിൽ 2 പോലീസുകാരല്ലേ ഉള്ളൂ ഇത്രയും വലിയ റെയ്ഡ് നടത്താൻ. പോരാത്തതിന് പുരുഷോത്തം സാർ കോടതിയിലോ. നമുക്ക് ഈ റെയ്ഡിൽ ലോക്കൽ പോലീസിന്റെ ആവശ്യമില്ല. ക്യാമ്പിൽ നിന്ന് 12 മണിയാകുമ്പോൾ ചുണക്കുട്ടന്മാരെ പോലീസുകാരെത്തും. അവരെത്തിയാലുടൻ നമ്മൾ ഓപ്പറേഷൻ കുബേര ആരംഭിക്കും. ആദ്യം പ്രാഞ്ചിയുടെ വീട്. അത് വേണോ സർ? സാറിന്റെ ഫാദറല്ലോ. നിയമത്തിന്റെ മുന്നിൽ സ്വന്തം ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. സെബാസ്റ്റ്യൻ ഉപ്പ് നിന്നാൻ വെള്ളം കുടിക്കും. സർ, ആ പ്രാഞ്ചിയുടെ വീടിനടുത്ത് പെട്ടിക്കട നടത്തുന്ന ദിനേശൻ വിളിച്ചിരുന്നു. പ്രാഞ്ചിയും മോനും കൂടി എന്തൊക്കെയോ സാധനങ്ങൾ അവിടുന്ന് മാറ്റുന്നുണ്ട്. വേഗം ചെന്നാ കൈയോടെ പിടിക്കാന്ന്. സെബാസ്റ്റ്യൻ വേഗം വണ്ടി ഇറക്ക്. പ്രാഞ്ചി രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. അപ്പൊ ക്യാമ്പിന്ന് പോലീസോ? അവര് വരുമ്പോ വരട്ടെ. നമ്മൾ ചിലപ്പോ അതുവരെ കാത്തു നിന്ന പ്രാഞ്ചി മോനും രക്ഷപ്പെടും.
അതെ, ആ? ആലിസ് ട്രഷറിയിൽ നിന്ന് വരുമ്പോ നമ്മൾ എവിടെ പോയെന്ന് പറയരുത്, മനസ്സിലായല്ലോ? മനസ്സിലായി, സർ. ഉറക്കെ പറയൂ. മനസ്സിലായി, സർ. വെരി ഗുഡ്. സെബാസ്റ്റ്യൻ, വേഗം വണ്ടി എടുക്ക്. ഗുഡ് മോർണിംഗ് സർ. ബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ആലിസ് കൂടെ ഉള്ളത് നല്ലതാ. ആലിസ്, സ്കൂട്ടറുമായി പോലീസ് വണ്ടിയെ ഫോളോ ചെയ്യൂ. എന്തിനാ പ്രതാപേട്ട? സോറി സർ. ചോദ്യങ്ങൾ വേണ്ട, വണ്ടിയുടെ തൊട്ടുപുറകെ ഉണ്ടാവണം. നീ എന്നാടാ പോയി താമസിച്ചത്? ഞാൻ ആ പറഞ്ഞ് പേടിച്ചു പോയി. താവര ജംഗമ വസ്തുക്കളുമായിട്ട് പിടിയിലായി പോയെന്ന്. ആരും സംശയിക്കാത്ത രീതിയിൽ സംഗതിയാക്കി എടുക്കണ്ടേപ്പാ. ആ, ദേ ഇപ്പം കണ്ട വെറും ഒരു ചാക്ക്, അതിന്റെ അകത്ത് ലക്ഷങ്ങളാണെന്ന് ആരെങ്കിലും പറയൂ? നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. ദേ ഇനി ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് പുരുഷോത്തമൻ വിളിച്ചു, അവര് നമ്മളെ പിടിക്കാൻ ഇറങ്ങിയെന്ന്. ഇനി തപ്പിയാലും നമ്മളെ പൊടി പോലും കിട്ടില്ലപ്പാ. ലോണിക്കുട്ടി, ഏതെങ്കിലും പോലീസുകാർ കൈ കാണിച്ചാൽ തിരുവല്ലായി കോട്ടം പോവാന്ന് പറഞ്ഞാൽ മതി. വണ്ടിക്ക് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അതോ വല്ലയിടത്തും CC പിടിച്ചതാണോ? വഴിയിൽ അതിനീടി വേറെ കിട്ടുവോ? ഞാൻ എന്ത് ചെയ്താലും അപ്പുറം തൃപ്തിയാവത്തില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല. പെണങ്ങാണിടാ മോനെ, ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു പോയതാ. ദേ വഴി ചെക്കിംഗ് ഉണ്ടെങ്കിൽ അപ്പം കാര്യം പറഞ്ഞോണം. ഞാൻ പറയ്ക്കും. പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. നമ്മള് തമിഴന്മാരാന്ന് പറഞ്ഞാൽ മതി. പച്ചക്കറി കച്ചവടത്തിന് വന്ന തമിഴന്മാര് മലയാളം ശരിക്കും അറിഞ്ഞുകൂടാ. അത് വേണ്ടപ്പാ, നമുക്ക് ലോഡിങ് ആയിരുന്നു പറഞ്ഞാ മതി. വേണ്ട, തമിഴ് മതി. ലോഡിങ് മതി. മതിയെന്ന്. ലോഡിങ് മതിയെന്ന്. അതാകുമ്പോ അവരെ വിശ്വസിച്ചോളൂപ്പാ. പിന്നെ നിന്നെ കണ്ട തമിഴനാണെന്ന് വിശ്വസിച്ചോളൂ. അപ്പാ എടാ നീ കറക്റ്റാടാ. എവിടെ പോവാന്ന് ചോദിച്ചാലേ ആ ഊർക്ക് പോവാന്ന് മാത്രം പറഞ്ഞാ മതി. പേര് ചോദിച്ചാലേ ഛേ തമിഴനാണെന്ന് പറഞ്ഞിട്ട് ജോണിക്കുട്ടി എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ദൊരൈസിംഗം അങ്ങനെ പറഞ്ഞാ മതി. ദൊരൈസിംഗം, ആ പേര് കൊള്ളാം. അപ്പൊ എന്താ സിംഗം? ഓ, ഒരു വണ്ടിയിൽ ഒരു സിംഗം മതിയടാവേ. എന്നാലും ഒരു പേര് വേണമല്ലോ. നിനക്കത്ര നിർബന്ധമാണെങ്കിൽ കമലഹാസൻ എന്ന് വിളിച്ചോ. കമലഹാസൻ. ശരി, എന്നാ കമലഹാസൻ വണ്ടിയിലോട്ട് കയറി. എടാ, നമ്മൾ ആദ്യം തിരുവല്ലായിലെ ഇളയമ്മയുടെ അടുത്തേക്ക് പോന്നു. അവിടുന്ന് പാലായിലെ കൊച്ചപ്പന്റെ അടുത്തേക്ക്. അങ്ങനെ ഈ ഓപ്പറേഷൻ കുബേരയുടെ പരിശോധന കഴിയുന്നത് വരെ നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കും. മരുമോനല്ല, മരുമോന്റെ അമ്മന്റെ വല്യപ്പൻ നോക്കിയാലും നമ്മളെ ഇനി പിടിക്കാൻ പറ്റത്തില്ല. വണ്ടി എടുക്കടാ ജോഡിക്കുട്ടി. അല്ല, സിംഗം വണ്ടിയെടു. സിംഗം. ഈ സിംഗം കടിക്കുമെന്തോ. അയ്യോ, എന്തു പറ്റി സെബാസ്റ്റ്യ? എന്തോ ഒരു മിസ്സിങ്. അച്ചങ്കോട് പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന എല്ലാ വണ്ടിക്കും മിസ്സിംഗ് ആണല്ലോ. എന്താ കുഴപ്പം നോക്ക്. മെക്കാനിക്ക് വരാതെ സ്റ്റാർട്ടാവുമെന്ന് തോന്നുന്നില്ല. ഓഹ്, താരങ്ങി തള്ളു, സ്റ്റാർട്ടാവും നോക്കാം. തള്ളു. ഓ, നമ്മളിവിടെ നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും ഒട്ടുപാല ബ്രാഞ്ചിക്ക് രക്ഷപ്പെടാൻ ഉണ്ടാക്കി കൊടുക്കുന്ന അവസരങ്ങളാണ്. ഓ, സാർ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. MLA MP ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് പിടി വീടില്ലെന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരിക്കും. എപ്പ ചെന്നാലും അവരെ പൊക്കാം. ഏതായാലും തള്ളു, ഞാനൊന്ന് നോക്കാം. ഇത് ഓ ആ തള്ളടോ. സാറേ, കുഴപ്പം പിടിയിട്ടു. എങ്കിൽ വേഗം ശരിയാക്ക്. അങ്ങനെ ശരിയാക്കാനുള്ള കുഴപ്പമല്ല. സാർ എന്നെ വഴക്ക് പറയരുത്. ഇന്നലെ വൈകിട്ട് ഡീസൽ അടിക്കാൻ മറന്നുപോയി. ഡീസൽ തീർന്നിട്ടാ വണ്ടി നിന്നത്. സെബാസ്റ്റ്യൻ, ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനിക്കാവുന്ന ഒരു റെയ്ഡിന് പോകുമ്പോ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കണ്ടേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ല. അതെ, പക്ഷേ ഓ, ഇനി ഞാൻ എങ്ങനെ ബ്രാഞ്ചിൽ പിടിക്കും? വേഗം എവിടെയെങ്കിലും പോയി ഡീസൽ മേടിച്ചിട്ടോ. ആലീസ് വന്നല്ലോ. എന്തു പറ്റി പ്രതാപേട്ട? ഒന്നും പറ്റിയില്ല.
ഡീസൽ തീർന്നു പോയി. ഓ അതാണോ? സോറി, പെട്രോൾ ആയിരുന്നെങ്കിൽ 1 ലിറ്റർ വായ്പ തരായിരുന്നു. സെബാസ്റ്റ്യൻ നോക്കി നിൽക്കാതെ പോയി ഡീസൽ മേടിച്ചിട്ട് വാ. ആലിസെ സ്കൂട്ടർ ഒന്ന് തരൂ, ഞാൻ ഡീസൽ വാങ്ങിയിട്ട് ഇപ്പൊ വരാം. ഇത് തച്ചങ്കോട് പോലീസ് സ്റ്റേഷനിൽ ഓടുന്ന വണ്ടിയല്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോ എങ്ങോട്ട് പോകുന്നു കൃത്യമായിട്ട് എന്നോട് പറഞ്ഞാ ഞാൻ സ്കൂട്ടർ തരാം. എന്തു പറയുന്നു? അല്ല അത് പിന്നെ സെബാസ്റ്റ്യൻ, എന്നാ വണ്ടി ഇല്ല. പ്രാഞ്ചിയെ പിടിക്കാൻ പോവാണെന്ന് പറഞ്ഞ ഇവളിപ്പോഴേ വിളിച്ചു പറഞ്ഞ അയാളെ രക്ഷപ്പെടും. അത് പാടില്ല. സെബാസ്റ്റ്യൻ സർ. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഈ സ്കൂട്ടറിന്റെ പുറകെ വാ. ഓക്കെ. ആലിസേ വണ്ടി എടുക്ക്. എങ്ങോട്ട്? പ്രാഞ്ചിയുടെ വീട്ടിലേക്ക്. ഓപ്പറേഷൻ കുബേരയുടെ ഉദ്ഘാടനം തുടങ്ങുന്നത് പ്രാഞ്ചിയുടെ വീട്ടിലാണ്. റെയ്ഡിന് SI പ്രതാപേന്ദ്രൻ നേതൃത്വം കൊടുക്കുമ്പോൾ നീയും അവിടെ ഉണ്ടാവണം. വണ്ടിയുടെ പ്രതാപേട്ട, രണ്ടുപേരെ വെച്ച് ഓടിക്കാനുള്ള ബാലൻസ് ഒന്നും എനിക്ക് ആയിട്ടില്ല. എനിക്ക് ബാക്കിലേക്ക് കയറിയിരിക്കും. എനിക്ക് നല്ല ബാലൻസാ. സെബാസ്റ്റ്യ, ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് താനും അവിടെ എത്തിയിരിക്കണം. സർ. കേറ്. പ്രതാപേട്ട, ഇത് സ്കൂട്ടറാ, ജീപ്പല്ല. പതുക്കെ പോയാ മതി. SI പ്രതാപേന്ദ്രന്റെ സ്പീഡ് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. പ്രതാപേട്ട വണ്ടി നിർത്ത്. തൊട്ടതേ പോയി. അപ്പ അതെ ചേച്ചി അളിയന് എടാ ഗോപേ, നീ എന്നെയും കൂടെ കൊലക്ക് കൊടുത്ത് അടുക്കുമല്ലോ. ഇന്നായി അപ്പ നിർത്താതെ വണ്ടി കൈ കൊടുത്ത് വിടാം. ഞങ്ങടെ നീങ്ങിരി സ്ഥലവും ഇല്ല ഇതിന്റെ അകത്ത്. എവിടെ ഏത് വണ്ടിയിലാ വീണത്? ആ പെട്ടിയോട്ടോക്കകത്ത് വീണു. ആണോ? അവരറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എടാ വേഗം വിടാം. ഇതെന്താ പ്ലെയിനാ പറപ്പിച്ച് വിടാൻ. വേഗം പോ അവിടെ പ്രതാപേട്ട. നിർത്ത്. ഷോ, വണ്ടി നിർത്താൻ. നിർത്താൻ. അളിയൻ നമ്മളെ കണ്ടതോ വണ്ടി നിർത്താൻ പറയുന്നു. നിർത്തരുത്, പിടി കൊടുത്താ തീർന്നു. വിട്ടോ. എന്റെ പൊന്നപ്പ ഇതിന് ഇത്ര സ്പീഡേ ഉള്ളു. ഇവരിതെന്താ? വണ്ടി നിർത്താം. വണ്ടി നിർത്തണോ? കേക്കൂലേ? നോക്കിയോ? ഓ, തച്ചങ്കോട് പോലീസ് സ്റ്റേഷൻ അതിർത്തി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. വേഗം വിട്ടോ. വല്ല ബെൻസ് കാറും കൊണ്ട് ഇറങ്ങിയാ മതിയായിരുന്നു. പ്രതാപേട്ട ഓർക്ക വിളിച്ചു പറ. വണ്ടി നിർത്താൻ. വണ്ടി നിർത്താൻ. ഒക്കന്മാരാ. എന്റെ പിതാവേ, നമ്മുടെ യോഗം ഇപ്പൊ പൂർത്തിയായടാ. പണി കിട്ടി. നമുക്ക് രക്ഷപ്പെടാൻ ഒരു യോഗവും ഇല്ലപ്പാ. അയ്യോ ദാ വരുന്നു. എങ്ങോട്ട് പോകുന്നു? ഊർക്ക് പോണു സാർ. ദേ, ഊരൊക്കെ പോണു സാർ. ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഇല്ല സാർ. സോറി, എന്റെ തൊപ്പി നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിലായി പോയി. അത് എടുക്കാൻ വന്നത്. ആയിക്കോട്ടെ സാർ. താങ്ക് യു. നോ മെൻഷൻ സാർ. ചേച്ചി എടുത്തു കൊടുക്കട്ടെ. നീ എന്നാടാ ഈ വേഷത്തില്? എങ്ങനെയുണ്ട്? അപ്പൊ ഒരുക്കി തന്നെയാണ്. അപ്പനെ കാണണം ചിരിച്ചു ചാവും. നാട്ടെ നോക്കിയാ അയ്യോ, അത് ശരി. വേഷം മാറി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇവിടെ ഇരിക്കുകയാണ്. ഇങ്ങോട്ടിറങ്ങാൻ. ഞാൻ പറഞ്ഞേ സാറേ. കൊടുക്ക്. ഇങ്ങോട്ടിറങ്ങി നിൽക്കി. രണ്ടും കൂടെ വേഷം മാറി ഇറങ്ങിയിരിക്കാം. അടക്കി 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 അടക്കി. സാധനം എവിടെ? സാധനം എവിടെയെന്ന് ഇവിടെ വെച്ച് എടുക്കടാ. അഴിക്കടാ. അളിയ അത് മലക്കറി. മലക്കറിയാ? ഞാൻ നോക്കണം. അഴിക്കടാ. അഴിക്കാൻ. അളിയ ഞാൻ പറഞ്ഞില്ലേ മലക്കറി എന്ന്. തുറക്കാൻ. ഇതിനകത്തൊന്നും ഇല്ല. ഇത് ഇതാണോടാ നീ കൃഷി ചെയ്യുന്നത്? പച്ചക്കറിയാണല്ലേ? നീയൊക്കെ കൃഷി ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിയാണോ? നേരത്തെ രണ്ടിനെ ഞാൻ പൊക്കി ആത്തിടും. നോക്കിയോ? ആഹാ, SI പ്രതാപേന്ദ്രനെ പറ്റിച്ച് രക്ഷപ്പെടാന്ന് കരുതിയോ? രണ്ടും വീട്ടില്ല ഞാൻ. കേട്ടടാ കേട്ടടാ. പറഞ്ഞാ കേക്കണം മോൻ. കേട്ടടാ. കെട്ടിവെക്കാൻ പറഞ്ഞപ്പോ ഇതെടുത്തേ. എടുക്കാൻ. തലയിൽ വെക്കേ. തലയിൽ വെക്കണം. പ്രതാപേട്ടൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാണാൻ. നീ വേടാ. തലവേന അളിയ. നടക്കടാ. ഒരു ചാക്ക് അളിയനും കൂടെ അളിയന്റെ ചാക്ക് ഞാൻ കാണിച്ചുതരാം. സ്റ്റേഷനിലോട്ട് വാ. നടക്കടാ. നടക്ക്. അപ്പ നടക്ക്. അങ്ങോട്ട് നടക്കാം. ആലീസേ, നീ നടക്കാൻ. നടക്കടാ. ആഹാ. ആലിസേ, ഇവരെ കൊണ്ട് നീ നേരെ സ്റ്റേഷനിലോട്ട് വാ. ബാക്കി അവിടെ വെച്ച്